നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ വീഡിയോകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CJPയുടെ സമരം, മാത്രമല്ല വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർന്നതോടെയാണ് അദ്ദേഹം വിദ്യാർത്ഥികളെ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയൊക്കെ അഭിസംബോധന ചെയ്തു തുടങ്ങിയത്. മാത്രമല്ല മറ്റ് കേന്ദ്രമന്ത്രിമാരോട് നിർദ്ദേശിക്കുകയും ചെയ്തു, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവ് ആകണം, അവരോട് അത്തരത്തിൽ ഇടപെടണം എന്നൊരു നിർദ്ദേശമൊക്കെ അവർക്ക് നൽകുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വീഡിയോ ഫേസ്ബുക്കിൽ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനോട് മാപ്പ് പറഞ്ഞ് മെറ്റ. സാങ്കേതിക തകരാറ് മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്നാണ് മെറ്റ നൽകുന്ന വിശദീകരണം. പിഴവ് സംഭവിച്ചതിനെ തുടർന്നാണ് ഉള്ളടക്കം നീക്കം ചെയ്തതെന്നും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും മെറ്റ വക്താവ് വ്യക്തമാക്കി. പക്ഷേ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. മെറ്റയുടെ വിശദീകരണവും വീഡിയോ നീക്കം ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യങ്ങളും സർക്കാർ വിശദമായി പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ മെറ്റ, ഇൻസ്റ്റഗ്രാം എന്നിവയുടെ ആഗോള മേധാവിമാരെ വിവര സാങ്കേതിക മന്ത്രാലയം വിളിച്ചു വരുത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇക്കഴിഞ്ഞ ജൂലൈ 23 അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് വിവാദങ്ങൾക്ക് അടിസ്ഥാനം. CJP സംഘടിപ്പിച്ച വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ രാജ്യത്തെ ജെൻസി തലമുറയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദേശമായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ സർക്കാർ കൂടുതൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കടുത്ത ശിക്ഷയും പ്രത്യേക കോടതികൾ നിർദ്ദേശിക്കുന്ന കരട് നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കേന്ദ്ര ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് വിടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച സെൽഫി വീഡിയോ താൽക്കാലികമായി പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ശക്തമായത്. സാങ്കേതിക തകരാറിനെ തുടർന്നുണ്ടായ പിഴവാണിതെന്നും വീഡിയോ പിന്നീട് പുനഃസ്ഥാപിച്ചുവെന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ സമൻസ് അയച്ചിട്ടുണ്ട്. സാങ്കേതിക പിഴവ് എന്നൊരു വിശദീകരണത്തിൽ ഒതുക്കാൻ പറ്റുന്നതാണോ ഇക്കാര്യം എന്നൊരു ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. വീഡിയോ അബദ്ധത്തിൽ നീക്കം ചെയ്യപ്പെട്ടതാണെന്നും പിഴവ് കണ്ടെത്തിയ ഉടൻ തന്നെ അത് ഫേസ്ബുക്കിൽ ലഭ്യമാക്കിയെന്നും വിശദീകരണം നൽകുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെ ആ ഒരു അബദ്ധം സംഭവിച്ചു എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഉള്ളടക്കം പിഴവിനെ തുടർന്നാണ് നീക്കം ചെയ്യപ്പെട്ടത്, പിന്നീട് അത് പുനഃസ്ഥാപിച്ചു എന്നാണ് മെറ്റ ഔദ്യോഗിക പ്രതികരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ആഗോള മേധാവികൾക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം വിഷയത്തിൽ വിശദീകരണം തേടി മെറ്റയുടെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ആഗോള മേധാവികൾക്ക് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയം സമൻസ് അയച്ചു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നുള്ള വീഡിയോ എങ്ങനെ നീക്കം ചെയ്യപ്പെട്ടു, അതിന് പിന്നിലെ സാങ്കേതിക കാരണം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. സംഭവത്തെ സർക്കാർ അത്യന്തം ഗൗരവമുള്ള വിഷയമായി കാണുന്നതായും ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചു വരികയാണെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. രാജ്യവ്യാപകമായി വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമായിരുന്ന സാഹചര്യത്തിലായിരുന്നു വീഡിയോ സന്ദേശം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളോട് നേരിട്ട് സംസാരിക്കുകയും സമാധാനപരമായ സമീപനം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. പ്രധാനമന്ത്രിയെ അപമാനിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ കേസ്. ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിയാണ് ഇപ്പോൾ നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുന്നത്. CJP പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ചുവെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെതിരെ കേസ്. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. BNS 192, 356(2), കേരള പോലീസ് ആക്ട് 120O വകുപ്പാണ് ചുമത്തിയത്. BJP നേതാവ് നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തുവെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ നേരത്തെ ജാൻമണി ക്ഷമ ചോദിച്ചതാണ്. പക്ഷേ കേസുമായി BJP മുന്നോട്ട് പോവുകയായിരുന്നു. പോലീസ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് വിവാദം. അതേസമയം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ ജാൻമണി ദാസ് ക്ഷമ ചോദിച്ചു. തൻ്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നായിരുന്നു താരത്തിൻ്റെ വിശദീകരണം. ദില്ലിയിൽ CJP പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് ജാൻമണി ദാസ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉന്നയിച്ചത്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞതെന്നും പരസ്യമായി ക്ഷമ ചോദിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും ജാൻമണി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരുന്നു. തൻ്റെ പരാമർശത്തിന് പിന്നാലെ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭീഷണി
ഭീഷണി കോളുകൾ കിട്ടിയതായും ജാൻമണി പറഞ്ഞു. എൻ്റെ ഒരു വീഡിയോ ഭയങ്കര പ്രശ്നമായി പോയി. സത്യം പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല. ദില്ലിയിൽ ഒരു കണ്ടന്റ് കണ്ട് മീഡിയ ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. ചിലപ്പോൾ ഞാൻ മലയാളം പറയുന്നത് ശരിയാകാത്തതും കാരണം രാവിലെ മുതൽ എനിക്ക് കുറേ ഭീഷണി കോളുകളും മെസ്സേജുകളും വന്നപ്പോൾ കാര്യം മനസ്സിലായില്ല. എൻ്റെ കുറേ സുഹൃത്തുക്കൾ വിളിച്ച് അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ വീഡിയോ നൽകിയവരോടെല്ലാം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറേ ഭീഷണി കോളുകൾ കിട്ടി. സൗദി അറേബ്യ, അബുദാബി, ഇന്ത്യ, കേരളം തുടങ്ങിയ എല്ലായിടത്തു നിന്നും കോളുകൾ വരുന്നു. സത്യം പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചല്ല പറഞ്ഞത്. കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ മോദിജിയെക്കുറിച്ചല്ല പറഞ്ഞത്. വീഡിയോ വൈറലായതിനെ തുടർന്ന് ആളുകൾ തന്നോട് വളരെ ദേഷ്യത്തിലാണ്. ആരെയും വേദനിപ്പിക്കണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നു. പരസ്യമായി ക്ഷമ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ച് ക്ഷമിക്കണം. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്നായിരുന്നു ജാൻമണിയുടെ വിശദീകരണം. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ താൻ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് മനസ്സിലായി. ഒരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് ഞാൻ ചെക്ക് ചെയ്യണമായിരുന്നു. വളരെ വിഷമമുള്ളതിനാലാണ് വൈകിയാണെങ്കിൽ വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. എല്ലാവരെയും ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നു. ആരും ഇത് സീരിയസ് ആയി എടുക്കരുത്, തമാശയായി വിടണമെന്നും ജാൻമണി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മാതാവ് ഹീരാബെൻ മോദിയെയുമാണ് ജാൻമണി അധിക്ഷേപിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിലാണ് ജാൻമണി പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ അപമാനിക്കുന്ന രീതിയിൽ അതീവ നീചമായ പരാമർശം നടത്തിയത്. വീഡിയോയിൽ പ്രധാനമന്ത്രിയുടെ പിതാവായ ദാമോദർ ദാസ് മുൽചന്ദ് മോദിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ജാൻമണി വ്യക്തമാക്കുന്നത്. 1947 മോദിയുടെ അച്ഛൻ മരിച്ചത്. നരേന്ദ്രമോദി ജനിച്ചത് 1950 ഫസ്റ്റ് അവൻ്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ, 3 വർഷം അമ്മയ്ക്ക് പ്രഗ്നൻസി ഉണ്ടാകില്ലല്ലോ എന്നതടക്കമുള്ള വളരെ രൂക്ഷമായ വാക്കുകളാണ് ജാൻമണി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. 1989 തൻ്റെ 74 വയസ്സിലാണ് ദാമോദർദാസ് മുൽചന്ദ് മോദി എന്ന നരേന്ദ്രമോദിയുടെ പിതാവ് അന്തരിച്ചത്. ക്യാൻസർ ബാധയെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. 2022 പ്രധാനമന്ത്രിയുടെ മാതാവ് അന്തരിച്ചത്. അതേസമയം പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ അധിക്ഷേപിച്ച ജാൻമണിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. നിരവധി പേർ സമൂഹ മാധ്യമങ്ങളുടെ സംഭവത്തെ അപലപിക്കുകയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.